നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ടഫ് ചോദ്യങ്ങൾ എന്ന സെഷൻ ചെയ്യുന്നത് തന്നെ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനോ അതുപോലെ തന്നെ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ ഒരു ചോദ്യം മാത്രമായിരിക്കും, ഒരു ടൈപ്പ് ഓഫ് ചോദ്യം മാത്രം ഡിസ്കസ് ചെയ്യുന്നൊരു സെഷനാണ്. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമായിരിക്കും. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അഖണ്ഡ സംഖ്യകൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 മുതലുള്ള സംഖ്യകളെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ 1 മുതൽ ഉള്ള സംഖ്യകളെ പറയുന്നതാണ് എന്ത്? അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സ്. നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 ഇസ് കോൾഡ് ആസ് ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 10 മുതൽ 20 വരെയുള്ള സംഖ്യകളിൽ 4 അഭാജ്യ സംഖ്യകൾ ഉണ്ട്. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സാണ്. 1ഉം അതുപോലെ തന്നെ ആ നമ്പർ മാത്രം ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സായി വരുന്നതാണ് അഭാജ്യ സംഖ്യകൾ. 10 മുതൽ 20 വരെയുള്ള സംഖ്യകളിൽ 4 അഭാജ്യ സംഖ്യകളുണ്ട് എന്നാണ് പറഞ്ഞത്. അത് കാൽക്കുലേറ്റ് നോക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഇതാണ് കോൺസെപ്റ്റ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. 3, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. ഇത് 4 ആണ് കേട്ടോ, നമ്പർ തെറ്റിപ്പോയതാണ്. 3, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണെന്നാണ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണോ എന്നുള്ളതാണ്. അപ്പം അഭാജ്യ സംഖ്യയാണ് അഥവാ പ്രൈം നമ്പർ എന്താണെന്ന് അറിയണം, എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 3 അല്ല, അത് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. 4, എണ്ണൽ സംഖ്യകൾ എന്നത് എണ്ണൽ സംഖ്യകളിൽ 0 ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. 0. അപ്പോൾ എന്താണ് എണ്ണൽ സംഖ്യ എന്നറിയണം. ഇത്രയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളത്. അപ്പം മാത്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് ഉറപ്പാണ് ചില ആൾക്കാർക്ക് ഇതത്ര പേര് വൈസ് ഫെമിലിയർ ആയിരിക്കില്ല. ഇതെന്താണ് അഖണ്ഡ സംഖ്യകൾ, അല്ലെങ്കിൽ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്, എന്താണ് എണ്ണൽ സംഖ്യ, അങ്ങനെ അറിയുന്നുണ്ടാവില്ല. കാര്യങ്ങൾ ചെയ്യാനും പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ എപ്പോഴും ബേസ് സ്ട്രോങ് ആവുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അഖണ്ഡ സംഖ്യകൾ എന്നാൽ 1 മുതൽ ഉള്ള സംഖ്യകളെ പറയുന്ന പേരാണ്. ശരിയാണോ? തെറ്റാണ്. കാരണം അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സാണ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് 0, 1, 2, 3 ടു ഇൻഫിനിറ്റിയാണ് എന്ത്? ഹോൾ നമ്പേഴ്സ്. അപ്പോൾ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് 0 മുതൽ തുടങ്ങുന്ന 0, 1, 2, 3 എണ്ണൽ സംഖ്യയോട് 0 കൂടെ ചേർക്കുന്നതാണ് എന്ത്? അഖണ്ഡ സംഖ്യ അഥവാ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 10 മുതൽ 20 വരെയുള്ള സംഖ്യകളിൽ 4 അഭാജ്യ സംഖ്യകളുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? എങ്ങനെയാണ്? അഭാജ്യ സംഖ്യ എന്ന് പറയുന്നതിൽ ആ നമ്പർ, ഇപ്പോൾ 2 ആണെങ്കിൽ ആ നമ്പർ അതും 1 മാത്രമായിരിക്കണം ഫാക്ടേഴ്സ്, അതാണ് അഭാജ്യ സംഖ്യ. അപ്പോൾ അങ്ങനെയുള്ള എത്ര നമ്പേഴ്സ് 10 മുതൽ 20 വരെ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 11 അഭാജ്യ സംഖ്യയല്ലേ? 11ഉം 1 മാത്രമാണ് അല്ലേ? അതുപോലെ 13 അഭാജ്യ സംഖ്യയാണ്, 17 അഭാജ്യ സംഖ്യയാണ്, 19 അതെ അല്ലേ? അപ്പോൾ ഈ 4 എണ്ണമാണ് ഉള്ളത്. അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 10 മുതൽ 20 വരെയുള്ള സംഖ്യകളിൽ 4 അഭാജ്യ സംഖ്യകളുണ്ട്. ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. 2 ഫാക്ടർ 2ഉം 1 മാത്രമല്ലേ? അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 4, എണ്ണൽ സംഖ്യകളിൽ 0 ഉൾപ്പെടുന്നു. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? നാച്ചുറൽ നമ്പേഴ്സിൽ 0 ഉൾപ്പെടുന്നുണ്ടോ? 0 ഉൾപ്പെടുന്നത് എന്താണ്? ഹോൾ നമ്പേഴ്സ് അല്ലേ? അഖണ്ഡ സംഖ്യയല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 1, 2, 3 ടു ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ ശരി? നമ്മൾ പറഞ്ഞ 10 മുതൽ 20 വരെയുള്ളതിൽ 4 അഭാജ്യ സംഖ്യ ഉണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണെന്ന് പറഞ്ഞു. ഈ 2 സ്റ്റേറ്റ്മെൻറ്റാണ് ശരി. അപ്പോൾ 2 and 3 ആണ് ഉത്തരം. 2 and 3. അപ്പോൾ ടഫ് ചോദ്യങ്ങളിൽ ഈ സെഷൻ തീർന്നിരിക്കുകയാണ്. ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ വീഡിയോസ് ഇടാൻ പറ്റാത്തത് പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് കാരണമാണ്. നമ്മൾ ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇടും. ഇപ്പോൾ ഞാനൊന്ന് റെസ്യൂം ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ബൈ, ടേക്ക് കെയർ.